السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ കൺമുമ്പിലുള്ള ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി പറയുകയാണ്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അവയൊക്കെ അല്ലാഹു സൃഷ്ടിച്ചത്. നിങ്ങൾ ഭൂമിയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ ആകാശഭൂമികളുടെ സൃഷ്ടി, പരലോകത്തിലുള്ള കാര്യങ്ങളും. ഇനിയും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചും വരാൻ തയ്യാറില്ലെങ്കിൽ അള്ളാഹുവിന് അതുകൊണ്ട് ഒരു ദോഷവും ബാധിക്കാനില്ല. വേണമെങ്കിൽ നിങ്ങളെ നശിപ്പിച്ച് മറ്റൊരു പുതിയ സൃഷ്ടിയെ ഈ ലോകത്ത് കൊണ്ടുവരുവാൻ അള്ളാഹുവിന് ഒട്ടും പ്രയാസമില്ല. ഇവിടെ ഖൽഖുൻ ജദീദ് കൊണ്ട് ഉദ്ദേശം മനുഷ്യരല്ലാത്ത വേറൊരു സൃഷ്ടി എന്നും ഈ ജനതയല്ലാത്ത, അഥവാ ഈ ധിക്കാരികളായ ജനതയല്ലാത്ത മറ്റൊരു ജനത എന്നും ആകാവുന്നതാണ്. സൂറത്ത് മുഹമ്മദിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, സത്യവിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവരും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ ദൈവിക രഹസ്യം മനസ്സിലാക്കുമ്പോഴുള്ള പദവിയുടെ മഹത്വം മനസ്സിലാക്കിയവരുമായ ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണിത്. ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനും അവരുടെ ജീവിതത്തിൽ അവൻ നൽകിയ പ്രകാശവുമായി ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മുസ്ലിങ്ങൾക്കുള്ള കനത്ത താക്കീത്. പേരിനവർ വിശ്വാസികളാണ്, പേരിനവർ പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ പറ്റി അവരുടെ മനസ്സിൽ വലിയ ധാരണകളൊന്നും അവരുടെ മനസ്സിലില്ല. മറിച്ചെന്താണ് മനസ്സിലാക്കേണ്ടത്? സത്യവിശ്വാസം എന്നത് അള്ളാഹുവിൽ നിന്ന് ഉള്ള ഒരു വരമാണ്. അതിനോളം മഹത്വം മറ്റൊന്നിനുമില്ല. ഈ ജീവിതം വളരെ നിസ്സാരവും വില കുറഞ്ഞതുമാണ്. തുലാസിൻ്റെ ഒരു തട്ടിൽ സത്യവിശ്വാസവും മറുതട്ടിൽ ഭൂമിയിലെ മുഴുവൻ സമ്പത്തും വെച്ചാൽ സത്യവിശ്വാസത്തിൻ്റെ തട്ടാണ് താഴ്ന്നു നിൽക്കുക. അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഈ താക്കീത് അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് ഇത്രയും ഗൗരവമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളിത്തത്തിൽ നിന്നും ധൂർത്തിൽ നിന്നും അള്ളാഹുവിനെ മറന്നുള്ള കളിയിൽ നിന്നും നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.